വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട 3 പേർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങി. SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് K. അരുണും കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാനും മറ്റൊരു പ്രതിയുമാണ് കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത്. ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത അഖിലിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയതോടെ 18 പ്രതികളിലെ 10 പേരും പോലീസിന്റെ പിടിയിലായി. ഇനി 8 പേരെയാണ് പിടികൂടാനുള്ളത്. ക്രൂര മർദ്ദനത്തിനിരയായതിനെ തുടർന്നുള്ള മാനസിക വിഷമത്താൽ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് നിഗമനം. സംഭവം നടന്ന് 13 ദിവസം പിന്നിടുമ്പോൾ യഥാർത്ഥ പ്രതികൾ കാണാമറയത്ത് തന്നെ. തുടക്കത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 12 പേരിൽ ഒരാളായ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ അരുൺ കീഴടങ്ങിയത് പോലീസിന് ആശ്വാസകരം. സർവകലാശാലയിലെ റാഗിംഗ് വിരുദ്ധ സമിതിയിലെ വിദ്യാർത്ഥി പ്രതിനിധി കൂടിയാണ് അരുൺ. വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ അറസ്റ്റ് രേഖപ്പെടുത്തും. ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, റാഗിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ക്രിമിനൽ ഗൂഢാലോചന ശരിവെക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിനിടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGP പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇക്കഴിഞ്ഞ 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി വെളിച്ചത്തായത്. അക്രമത്തിന് നേതൃത്വം നൽകിയ പാലക്കാട് സ്വദേശി അഖിലിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അമൃത ന്യൂസ്, വയനാട്.